പാലക്കാട് ജില്ലയിലെ കൊല്ലംകോട് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലുണ്ട്. ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഞാറുനടയിലും പാടങ്ങളും ഒക്കെയാണ് അല്ലേ. വളരെ മനോഹരമായ സംഭവമാണ്. ഇതുവഴി വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് സന്ദർശിക്കണം. അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ളൊരു സ്ഥലമാണ്. 20 രൂപയുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരങ്ങളിലും അതിരാവിലേക്ക് വരുവാണെങ്കിൽ വളരെ ഗംഭീരമായിരിക്കും. ഉച്ചയ്ക്കൊക്കെ വന്നാൽ വളരെ കഠിനമായിട്ടുള്ള ചൂടായിരിക്കും. കുടിലിടം പാലക്കാട് ജില്ലയിലെ കൊല്ലംകോടാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച മനോഹരമായ 10 സ്ഥലങ്ങളിലൊന്നാണ് കൊല്ലംകോട്. അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള സ്ഥലമാണ്, വളരെ പ്രശസ്തമാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്പോട്ട് കൂടിയാണ് കൊല്ലംകോട്. അവിടെയാണ് ഈ കുടിലിടം എന്ന് പറയുന്ന ഒരു മനോഹരമായ പാടശേഖരം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നത്. സഞ്ചാരികളെക്കാൾ അത്ര ഗംഭീരമാണ് ഈ കുടിലിടവും. ഞങ്ങൾ അയ്യപ്പൻ ചേട്ടൻ്റെ കടയിലോട്ട് പോകുന്ന വഴിയാണ് ഈ പാടശേഖരം കാണുന്നത്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഈ പാടശേഖരത്തിൻ്റെ അടുത്തുള്ള റോഡിൽ കുറച്ച് വാഹനങ്ങൾ ഇതിന് അടുപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്താ സംഭവം എന്നറിയാൻ വേണ്ടി നോക്കിയപ്പോൾ കുടിലിടം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും ആ സമയത്ത് ഞാൻ കയറാൻ സാധിച്ചില്ല. തിരിച്ചു വരുമ്പോൾ കയറാമെന്ന് കരുതി. തിരിച്ചു വന്നപ്പോഴാണ് കയറിയത്. അവിടെ വന്നപ്പോൾ 20 രൂപ പാസ് എടുത്തിട്ട് നമുക്കകത്ത് കയറാനുള്ള അനുവാദം തന്നു. 20 രൂപ കൊടുക്കുന്നതുകൊണ്ട് ഒരു നഷ്ടവുമില്ല. നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് അവിടെ ഓടിയാണെന്ന് കാണാം. ആരും നമ്മളെ വഴക്ക് പറയത്തില്ല. നേരത്തെ ഇതുപോലെ കൊല്ലംകോട് ടൂറിസ്റ്റുകളുടെ പ്രവാഹം ഉണ്ടായപ്പോൾ ഇവിടെ മാലിന്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് മാലിന്യ പ്രശ്നം ഉണ്ടാക്കരുത്, അത്രേ ഉള്ളൂ എനിക്ക് പറയാം. മാലിന്യ പ്രശ്നം ഒരിക്കലും നമ്മൾ ഈ നാട്ടിൽ വന്ന് ഉണ്ടാക്കരുത്. ഇവിടെ വന്നിട്ട് സ്വാതന്ത്ര്യമായിട്ട് 20 രൂപ കൊടുത്ത് പാസ് എടുത്തിട്ട് നമുക്ക് ഫോട്ടോഷൂട്ട് നടത്താം, റീൽസ് എടുക്കാം. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ, മനോഹരമായ കാഴ്ചകൾ. ഈ പാടത്തിൻ്റെ നടുക്കൂടി ഇങ്ങനെ നടക്കാം. അവിടെ കർഷകർ ഞാറ് നടന്നുണ്ട്. സ്ത്രീകളാണ് കൂടുതലും, അമ്മമാരാണ് കൂടുതലും. കുടിലിടത്തിൽ രാവിലെയോ വൈകുന്നേരമോ വന്നാൽ അതിഗംഭീരമായിരിക്കും. ചൂട് കാണത്തില്ല. പാലക്കാട് പൊതുവെ ചൂട് കൂടുതലാണല്ലോ, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞങ്ങൾ ഉച്ചയ്ക്കാണ് വന്നത്. പക്ഷേ കുടിലിടത്തിൽ പലയിടത്തും കുടിലുകൾ ഉള്ളത് കൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വിശ്രമിക്കാനുള്ള സ്ഥലമുണ്ട്. അവിടെയൊക്കെ ഇരിക്കാം. കിടിലമാണെന്ന് ഒരു രക്ഷയില്ല. ഇഷ്ടംപോലെ ആൾക്കാർ രാവിലെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആൾക്കാർ കുറവാണ്. അവധി ദിവസങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാർ വരാൻ സാധ്യതയുണ്ട്.